രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സോണിയാഗാന്ധി. ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദ ഗുജറാത്തിൽ നിന്ന് മത്സരിക്കും. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിക്കും. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മണ്ഡവ്യയ്ക്കും പുരുഷോത്തം രൂപാലയ്ക്കും രാജ്യസഭാ സീറ്റ് നൽകിയിട്ടില്ല. കോൺഗ്രസ് നേതാക്കളായ അഭിഷേക് മനു സിംഗ്വി ഹിമാചൽ പ്രദേശിൽ നിന്നും ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗ് ബീഹാറിൽ നിന്നും ചന്ദ്രകാന്ത് ഹന്താരെ മഹാരാഷ്ട്രയിൽ നിന്നും മത്സരിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, ഇക്കുറി മത്സരരംഗത്തേക്ക് ഇല്ല റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് സോണിയ മത്സരിക്കാൻ എത്തുന്നത്. മറ്റേതൊക്കെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിത്രം വ്യക്തമായിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, സോണിയാഗാന്ധി ഇത്തവണ അനാരോഗ്യത്തെ തുടർന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. കാരണം തനിക്ക് മണ്ഡലത്തിലെത്തി ജനങ്ങളുമായി സംസാരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടെയാണ് രാജ്യസഭയിലേക്ക് അവരെ പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സോണിയാഗാന്ധി ജയ്പൂരിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊപ്പം എത്തിയാണ് സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കർണാടക, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കൂടി തങ്ങളുടെ സംസ്ഥാനത്തു നിന്നും സോണിയ നാമനിർദ്ദേശ പത്രിക നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഒരു ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനത്ത് നിന്ന് തന്നെ പത്രിക സമർപ്പിക്കാൻ സോണിയാഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. ഇതുകൂടാതെ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും മറ്റ് സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള ചിത്രവും വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രഖ്യാപിച്ച രണ്ടാമത്തെ പട്ടികയനുസരിച്ച് കർണാടകയിൽ നിന്നും അജയ് മാക്കനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ മുതിർന്ന നേതാവ് രേണുക ചൗധരി തെലങ്കാനയിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചും വ്യക്തത വന്നിരിക്കുന്നു. ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദ ഗുജറാത്തിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. ഇതുകൂടാതെ മഹാരാഷ്ട്രയിൽ നിന്നും ഉള്ള 3 സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ അശോക് ചവാന് മഹാരാഷ്ട്രയിൽ നിന്നും സീറ്റ് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ എത്തിയ മിലൻ ദിയോറയ്ക്കും സീറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. എന്തായാലും ഫെബ്രുവരി 27 നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ, ശരി, രാജ്യസഭയിലേക്കുള്ള മത്സരത്തിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.